ഇസ്രായേലി എന്നാൽ അവൻ്റെ പരമ്പരക്ക് ആരുമായി ബന്ധമുണ്ടാകണം? യാക്കൂബുമായി ബന്ധമുണ്ടാകണം. ഇന്നത്തെ ബെഞ്ചമിൻ നെതന്യാഹു അടക്കം അവരൊന്നും ആരല്ല? ഇസ്രായേലികളല്ല, അവരൊക്കെ യാഫിസ്റ്റുകളാണ്. ആരാണ് ഇസ്രായേലിലെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഡേവിഡ് ബെൻഗൂരിയൻ. അയാൾ കിഴക്കനാണോ? നോ. അയാൾ കിഴക്കനാണോ? ഒരിക്കലും അല്ല. ആരാണ് ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവ്? അത് തിയഡോർ ഹഡ്സലാണ്. അയാൾ കിഴക്കനാണോ? നോ. ഇപ്പോൾ ആരാണ് അവിടുത്തെ പ്രധാനമന്ത്രി? കിഴക്കനാണോ? നോ. ഈ കഴിഞ്ഞ 1948 മെയ് 14 ഇസ്രായേൽ ഉണ്ടായത്. ഇന്ന് വരെ ഒരു കിഴക്കൻ അവിടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടോ? നോ. എന്നാൽ ആ ഭൂഭാഗം എന്നത് കിഴക്കുള്ളതല്ലേ? ആണ്. അവിടെ ജീവിക്കേണ്ടത് ഇസ്രായേലി ജനതയാണ്. മനസ്സിലാവണം? അത് ഇസ്രായേലി ജനതയാണ്. ഈ പറയപ്പെട്ട ഇന്ന് അവിടെ അധികാരം കൈയാളുന്നവരും ആ ഭൂമിയിൽ ജീവിക്കുന്ന 99% ആളുകളും ആരല്ല? ഇസ്രായേലികൾ അല്ല, കിഴക്കരുമല്ല. ഇസ്രായേലികളേ അല്ല. ഇസ്രായേലികൾ ആവണമെങ്കിൽ അവർ യാക്കൂബിൻ്റെ മക്കളാകണം അലൈഹിസ്സലാം. ആരാണ് ഇസ്രായേൽ? മൻ നുസിബ ഇലാ യാക്കൂബ ഫഹുവ ഇസ്രായേലിയൂൻ. അതൊരു ഗോത്രനാമമാണ് ഇസ്രായേലി. അവരുടെ ഗോത്ര പിതാവാണ് ആര്? യാക്കൂബ്. മനസ്സിലാവണ്ടേ പറഞ്ഞത്? 12 മക്കൾ. അതിൽപ്പെട്ട മോനാണ് യൂസുഫ് അലൈഹിസ്സലാം. ഔസേഫ് എന്ന് ബൈബിൾ പറയുന്ന യൂസുഫ്. ഇത് 12 ഒരാളാണ് യൂസുഫ്. ഒന്നാമത്തെ ആൾ യഹൂദ. പിന്നീട് അതിൽ നിന്നൊരു ജനത വന്നു. ആ ജനതക്ക് യഹൂദികൾ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദികൾ ആരാ? കിഴക്കർ. 12 മക്കളാണ്. ഈ 12 മക്കളിൽ ഏഷ്യക്കാരല്ലാത്ത ഒരാളില്ല. മനസ്സിലാവണ്ടേ പറഞ്ഞത്? ഏഷ്യക്കാരനായ പിതാവിന് ജനിച്ച 12 ഏഷ്യക്കാരായ മക്കൾ. എന്നാൽ പിന്നീട് 1948 മെയ് 14 അവിടെ ഒരു രാഷ്ട്രമുണ്ടാക്കി. അത് കിഴക്കരാണോ? കിഴക്കരെ അവർ കൊന്നു. കിഴക്കരായ ലക്ഷക്കണക്കിന് ആളുകളെ അവർ കൊന്നു. ഈ കിഴക്കൻ മണ്ണിൻ്റെ കിഴക്കർ താമസിച്ചിരുന്ന 100 കണക്കിന് ഗ്രാമങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ജീവനോടെ വീടുകളിൽ നിന്ന് ഇറങ്ങാത്തവരെ ബുൾഡോസർ കൊണ്ട് മണ്ണിനടിയിലാക്കി. ജീവനോടെ മരിച്ചു. ആരാണിതൊക്കെ ചെയ്തത്? പടിഞ്ഞാറുകാർ. അവർ എന്നും ക്രൂരന്മാരാണ്. എന്തുകൊണ്ട്? അവർ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരനെ കൈവശം വെക്കുന്ന ജനതയാണ്. ആരാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രൂരൻ? അത് ദജ്ജാലാണ്. ദജ്ജാലിനെ അറിയില്ല എന്ന് ഒരാൾ പറയാൻ പാടില്ല. ദജ്ജാലിന്റെ കാലം വന്നിട്ടില്ല എന്ന് പറയാൻ പാടില്ല. ദജ്ജാലിന്റെ കാലം വന്നിട്ടില്ല എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത വിഡ്ഢികളായ മുസ്ലിയാക്കന്മാർ മാത്രമാണ്. അവർ പമ്പര വിഡ്ഢികളാണ്. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ, അത്തരം മുസ്ലിയാക്കന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ പോലും വിജ്ഞാനം നഷ്ടപ്പെട്ടു. അവർക്ക് അറിവിൻ്റെ ഒരംശവുമില്ല. ദജ്ജാലിൻ്റെ പ്രത്യക്ഷമായ ദജ്ജാലിൻ്റെ വർക്ക് എന്നും നടന്നിട്ടുണ്ട്. അത് പ്രത്യക്ഷപ്പെട്ടത് 1897
1897 പ്രത്യേകത എന്താണ്? അന്നാണ് സയനിസം പ്രത്യക്ഷപ്പെട്ടത്. 1897. ആരാണ് അതിൻ്റെ പിതാവ്? തിയഡോർ ഹഡ്സൺ. മനസ്സിലാവട്ടെ പറഞ്ഞത്. അയാൾ 1906 മരിച്ചു. പിന്നെയും 42 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ രാഷ്ട്രം വരുന്നത്. പക്ഷെ ആ രാഷ്ട്രത്തിൻ്റെ എല്ലാ രൂപകൽപ്പനയും അയാളാണ് ചെയ്തത്. അയാൾ കിഴക്കനല്ല, അയാൾ ഹംഗറിക്കാരനാണ്. ഹംഗറി ഒരു കിഴക്കൻ രാജ്യമാണോ? അല്ല. പിന്നെ ഒരാൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ ഇന്ത്യൻ എന്നതൊരു ഗോത്രനാമമല്ല, ഒരു ഭൂഭാഗത്തിൻ്റെ നാമമാണ്. ഇസ്രായേലി ഒരു ഗോത്രനാമമാണ്, എന്തല്ല, ഒരു ഭൂപ്രദേശത്തിൻ്റെ നാമമല്ല. ഒരു ഭൂപ്രദേശത്ത് ജനിച്ചത് കൊണ്ട് അയാൾ ഇസ്രായേലി ആവൂല. മനസ്സിലായില്ല? അത് എന്തുകൊണ്ട്? ഇസ്രായേലി എന്നത് ഗോത്രനാമമാണ്. ആ ഗോത്ര പിതാവാണ് ആര്? യാക്കോബ്. അദ്ദേഹത്തിന് വേദങ്ങൾ നൽകിയ ഒരു സന്തോഷനാമമാണ് എന്ത്? ഒരു സർനെയിം. മനസ്സിലായില്ലേ? ഒരു പ്രത്യേകം ആ ഒരു നാമമാണ് എന്ത്? ഇസ്രായേൽ. അപ്പൊ ഇസ്രായേലി എന്നാൽ അവന്റെ പരമ്പരക്ക് ആരുമായി ബന്ധമുണ്ടാകണം? യാക്കോബുമായി ബന്ധമുണ്ടാകണം. ഇന്നത്തെ ബെഞ്ചമിൻ നെതന്യാഹു അടക്കം അവരൊന്നും ആരല്ല? ഇസ്രായേലികളല്ല, അവരൊക്കെ യാഫിസ്റ്റുകളാണ്. ലോകത്തിൽ 3 വിഭാഗം ജനതയേ ഉള്ളൂ. ഒന്ന് സെമിറ്റിക്, 2 ഹാമിറ്റ്. മനസ്സിലായില്ലേ? 3 യാഫിസ്റ്റ്. 3 വിഭാഗം ജനതയെ അടിസ്ഥാനപരമായി ലോകത്തുള്ളൂ. വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അടിസ്ഥാനപരമായി 3 ജനതയാണ് ലോകത്തുള്ളത്. മനസ്സിലായില്ലേ? മനുഷ്യകുലം ഇന്ന് 3ലേക്ക് അറ്റമാകും. ഒന്ന് ഹാം ഓർ സാം ഓർ യാഫിസ്. ഈ മൊത്തം മനുഷ്യരും നോഹിന്റെ 3 മക്കളുടെ മക്കളാണ് എന്ന് പുണ്യ റസൂൽ. മനസ്സിലാവേണ്ട പറഞ്ഞത്. അതിൽ സെമിറ്റിക്കുകളിലാണ് ആര് വന്നത്? യാക്കോബ് വരുന്നത്. കാരണം യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാണ്? പൗത്രനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം എന്നാൽ ആരാണ്? സെമിറ്റിക്കാണ്. സാമിന്റെ പുത്ര പരമ്പരയിൽ വന്ന ആളാണ് ആര്? ഇബ്രാഹിം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹാമിറ്റല്ല, യാഫിസ്റ്റല്ല, ഒന്നുമല്ല. പടിഞ്ഞാറോട്ട് പോയി മധ്യധരണിയായി കപ്പുറം വളർന്ന ഒരു ജനതയാണ് യാഫിസ്റ്റുകൾ. അവർക്ക് കിഴക്കൻ ദേശത്ത് ഒരു അധികാരവുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം, സമ്പത്ത്, സംസ്കാരം, ബൗദ്ധികത, ധാർമ്മികത എല്ലാം നിറച്ച ജനതയാണ് എന്ത്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. അവിടെ 2 വർഗമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഒന്നിരിക്കൽ സെമിറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹാമിറ്റ് ആയിരിക്കും. 3ാമത്തെ ഒരു വർഗം ഇവിടെയില്ല. അവർ ഖാലൂ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. അവർ അവിടുന്ന് കയറി വന്നവർ, അപ്പുറത്ത് മധ്യധരണിയാഴിയും അപ്പുറത്തുനിന്ന് വന്നവരാണ്. അപ്പം ലോകത്തൊരു പ്രത്യേക കാലഘട്ടത്തിൽ കിഴക്കൻ ദേശങ്ങളെ ചതിക്കാൻ അവർക്കൊരു അസോസിയേഷൻ വന്നു. അതാണ് സയനിസം. അത് 1897 വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ റൈസ, അവരുടെ ഉയർച്ചയാണ്. അവർ താഴെ പോയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് ഉയർച്ചയാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ലേ? അവർ താഴെ പോയിട്ടേയില്ല. ഇന്ന് ലോകം മുഴുവനും അവരാണ് അടക്കി ഭരിക്കുന്നത്. അവരെന്തേ വിചാരിച്ചു അതേ നടക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിച്ചു, വളരെ ചിന്തിക്കണം,
വളരെ ചിന്തിക്കണം. ഇപ്പോൾ നിങ്ങൾ ഇറാൻ അങ്ങനെയാണ്, ഇറാൻ ഹോർമുസ് കടലെടുക്ക് പിടിച്ച കയ്യിലാണ്, അവരവിടെ വീഴ്ത്തി. ഇതൊക്കെ നിങ്ങൾ പറയണ്ട. ഈ വിഷയത്തിൽ ഇറാൻ തോൽക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് പടിഞ്ഞാറിൻ്റെ ഉദയം നടക്കുന്ന ഒരു കാലത്ത് അതിനെ വെല്ലാൻ കിഴക്കിന് കഴിയൂല. ഇറാൻ കിഴക്കാണ്, ഒരിക്കലും കഴിയൂല. ഇപ്പോൾ തന്നെ നമ്മൾ ഹോർമുസ് കടലൊടുക്കിൽ അടച്ചതിൻ്റെ പേരിലോ പ്രശ്നത്തിൻ്റെ പേരിലോ ഇറാനെ കുറ്റപ്പെടുത്തുകയാണ്. അത് ഇറാൻ സ്വാഭാവികമായി ചെയ്യൂലേ? പ്രശ്നക്കാരെ നമ്മൾ ഇപ്പോൾ കൂട്ടി നടക്കുകയാണ്. ആരാ പ്രശ്നക്കാർ? ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാർ, നിലവിലുള്ള പ്രശ്നത്തിൻ്റെ നിലവിൽ റീസെൻ്റ്ലി പറ, ആരാണ് കാരണക്കാർ? അത് പടിഞ്ഞാറാണ്. മനസ്സിലാവണ്ട പറഞ്ഞത്? വളരെ വളരെ നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ റീസൺ, നിങ്ങൾ അടിസ്ഥാന കാരണം, ഇതിൻ്റെ ബേസിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ അമേരിക്കയാണ്. ഈ പ്രശ്നത്തിൻ്റെ മുഴുവനും കാക്കക്കൂട്ടിലേക്ക് കല്ലിട്ട കാക്ക കൊത്താൻ നിർബന്ധിതനാവും. അപ്പൊ കല്ലിട്ടവനാണ് യഥാർത്ഥ ഉത്തരവാദി. കാക്ക ആരെയും ആക്രമിച്ചിട്ടില്ല. ഞാൻ ഇറാന്റെ പക്ഷത്ത് നിൽക്കല്ല, ഞാൻ നീതിയുടെ പക്ഷത്ത് നിൽക്കാണ്. എൻ്റെ ദേശം ഇറാനുമായി ബന്ധപ്പെട്ടൊരു ദേശമാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ അതിർത്തി എവിടെയാണ്? ഇറാൻ. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ വർഗം ഇറാനികളാണ്. അവരാണ് ആര്യന്മാർ. ആര്യൻ എന്ന വാക്കിൻ്റെ അടിസ്ഥാനം ഇറാനാണ്, ഇറാനികളാണ്. വളരെ നമ്മൾ ചിന്തിക്കണം. അങ്ങനത്തെ ഒരു സമൂഹം അവരൊന്നും ചെയ്തിട്ടുമില്ല. ഏഷ്യക്കാരും ആക്രമിക്കൂല. അത് ഏഷ്യൻ സ്വഭാവമേ അല്ല.